ഇന്നലെ ഞാനുണ്ടല്ലോ ഈ ഹെയറിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിരുന്നില്ലേ, അതായത് ഹെയറിൽ റൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് സ്കിൻ കെയറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, ഇൻസ്റ്റയിലും ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ ഒരാളെന്താണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന്. പക്ഷേ നമ്മുടെ ചാനലിൽ സ്കിൻ കെയർ വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണ്, അങ്ങനെ ഇട്ടിട്ടുമില്ല അധികമായിട്ട്. അതിന് കാരണം എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി സാധനങ്ങൾ പരീക്ഷണം നടത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ എനിക്ക് പറ്റണ കുറച്ച് സാധനങ്ങളുണ്ട്, അത് മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ വീഡിയോയിൽ ഞാനിപ്പോൾ സ്കിൻ കെയർ വീഡിയോസാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ ഇനി അല്ലെങ്കിൽ ഇത് സ്കിൻ കെയറിനെ കുറിച്ചുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഫോളോയും ചെയ്യേണ്ട. കാരണം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. ഞാനതിൽ പരീക്ഷണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പറയാം. നിങ്ങൾ ഭയങ്കര ഒരു ആക്റ്റീവ്സൊക്കെ കാണിച്ച് അങ്ങനെയാണെന്ന് നിങ്ങൾ പ്രതീക്ഷ കാണുക വേണ്ടത്. വളരെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ്. എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഈ പ്രോഡക്റ്റൊക്കെ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഫേസിൽ പാടുകൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ പീരീഡ്സൊക്കെ ആവുന്നതിന് മുമ്പ് ചെറിയ കുരുക്കൾ വരും മുഖത്ത്. അപ്പോൾ ആ കുരുക്കളിരുന്നാണ് വലുതായി നമുക്ക് പാടുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതും ആ തരുതരാന്ന് വരണ ടൈമിൽ തന്നെ ഞാനത് ട്രീറ്റ് ചെയ്യും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പയറുണ്ടല്ലോ, നമ്മളെ ഗ്രീൻ കളർ പയർ, അതിന് പൊടിച്ചിട്ട് ജസ്റ്റ് ചെറു ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് നമ്മൾ ആ കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കും. എന്നിട്ട് അതിനെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ചിലർക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പെട്ടെന്ന് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും പെട്ടെന്ന് ടാൻ ആകും. അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇടാറില്ല, എനിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ടാൻ ആവും, പെട്ടെന്ന് അലർജിക്കാവും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഇടും. പിന്നെ റോസ് വാട്ടറിൽ വേണമെന്നുണ്ടെങ്കിലും ഈ പയറുപൊടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഭയങ്കര കോമൺ ആയതുകൊണ്ട് അത് പഴയ കാര്യമില്ല, അല്ലെങ്കിൽ അത് കുറച്ച് വർക്കാവില്ല എന്ന് പറഞ്ഞാൽ അധികം ആരും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കാവുന്നൊരു സാധനമാണ്. അപ്പം അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അത് യൂസ് ചെയ്യേണ്ട ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് ഫുൾ ഡ്രൈ ആകാൻ വെക്കരുത്. സെമി ഡ്രൈ ആകുമ്പോഴത്തേക്കും അത് ഇളം ചൂടുവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയണം. ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കും, എന്തോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ചെയ്യുന്നൊരു സാധനം ടാൻ ആവുന്നത്. ടാൻ ആകുമ്പോഴത്തേക്കും നമ്മളത് ആ ടാൻ ഇരുന്ന് തന്നെ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളാവും. അപ്പോൾ ഇപ്പോൾ പുറത്ത് പോയിട്ട് വരുന്ന ദിവസങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ടും കുറച്ച് തൈരെടുക്കും, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ആയാലും മതി. ഇത് മോര് നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ കടലമാവും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അതും ഇതുപോലെ അത് നോർമൽ നമ്മൾ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് രണ്ടും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പോൾ ഭയങ്കര പൊടിയൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും ഇത് ഞാൻ ഫ്രണ്ട് ക്യാമിലായി ഇത് ഷൂട്ട് ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണണം. അപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ല പൊടിയും എന്താ പറയുക ഭയങ്കര ഡേർട്ടൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഒരു ഫോക്സ്റ്റൈലിൻ്റെ ഈ ഒരു മാസ്ക് ഇടാറുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ നമുക്ക് പോഴ്സിലൊക്കെയുള്ള നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതൊരു ഭയങ്കര അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല, ഒരു എബവ് ആവറേജ് ആണ് അങ്ങനത്തെ ഒരു സാധനം. ഇതൊരു ക്ലേ ടൈപ്പ് അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ ഇടാറുണ്ട്. അങ്ങനെ കണ്ട ഇങ്ങനത്തെ ഒരു സംഭവം ഇത് ഞാനിടാം. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതിലൊന്നും വലിയ ആക്റ്റീവ്സോ അങ്ങനെയൊന്നുമില്ല. പിന്നെ വേറെ ഇനി ആക്റ്റീവ്സ് ഞാൻ കാണിച്ചില്ലെന്ന് പരാതി പറയണ്ട, ആക്റ്റീവ്സ് കാണിച്ചു തരാം. അതായത് ഈ ഓർഡിനറിയുടെ ഈ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഈ ഒരു ആക്റ്റീവ് ഇത് ഇടാന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ നല്ല രീതിയിൽ ഇടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ 10 മടങ്ങ് ടാനാവും, ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളാവും. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഈ കുരുക്കളൊക്കെ വരുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കുരു വരുന്ന ടൈമിൽ ഭയങ്കര വലിയ കുരുക്കളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഇത് കിട്ടും. അതായത് ആ ഇങ്ങനെ പേർജ് ചെയ്ത് വരുന്നത് ഒന്ന് സട്ടിലാവും, മനസ്സിലായോ? അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണിത്. പിന്നെ അല്ലാതെ നമ്മൾ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ ഒക്കെ ഞാൻ യൂസ് ചെയ്യും. എനിക്കിത് യൂസ് ചെയ്യാനും അധികം പറ്റത്തില്ല കേട്ടോ. ഞാനൊരു 2-3 ഡ്രോപ്സ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മോയ്സ്ചറൈസറായിട്ട് മിക്സ് ചെയ്താണ് ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് പണി കിട്ടും. ഇതും ഇത്ര ആയതേ ഉള്ളൂ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പതിയെ ഇങ്ങനെ അതിലോട്ടിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതും 7% അങ്ങനെ ഉണ്ട്, 7% ഉണ്ട്. അപ്പോൾ അത് ഞാൻ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി വൺസ് ട്വൈസ് അങ്ങനെയൊക്കെ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഡെയിലി ചെയ്യണ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ഇപ്പോൾ നിർബന്ധമായിട്ട് എല്ലാ ദിവസവും ഇടാറുണ്ട്. സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
സൺസ്ക്രീൻ ഇടാറുണ്ട്. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങളെ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയ്സ്ചറൈസർ ഇടുക. ഇപ്പോൾ അഫോർഡബിൾ കാറ്റഗറി നോക്കുകയെന്നുണ്ടെങ്കിൽ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ഭയങ്കര അടിപൊളിയാണ്. ഞാനത് തന്നെയാണ് യൂസ് ചെയ്യണത്. അത് ഞാൻ എടുത്തില്ല. അത് ഞാൻ എത്ര ഡബ്ബ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത്രയും സൂപ്പറാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് വീണ്ടും വാങ്ങിക്കണത്. പിന്നെ ഇത് നമ്മുടെ സൺസ്ക്രീൻ വന്നിട്ട് നമുക്ക് ബോഡിയിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം, ഫേസിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാന്നുള്ള ഡീകൺസ്ട്രക്റ്റിൻ്റെ നല്ലതാണ്, റീകോളിൻ്റെ നല്ലതാണ്. ഇപ്പോൾ പ്ലമ്മിൻ്റെ എനിക്ക് ഈ ഒരു റൈസ് ഇല്ലേ, ഇതും നല്ലതാണ്. പിന്നെ റീകോളിൽ തന്നെ ടിൻറ്റഡ് ആയിട്ടുള്ളതും ഉണ്ട്. നമുക്ക് പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ മേക്കപ്പ് ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ റീകോളിൻ്റെ ഈ സൺസ്ക്രീനും അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഡീകൺസ്ട്രക്റ്റ് ആണ് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. മുമ്പ് ഇപ്പം പുതിയ ബ്രാൻഡുകൾ കുറേ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുള്ള ഈ സൺസ്ക്രീനാണ് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഡീകൺസ്ട്രക്റ്റ് ആണ് ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു അടിപൊളിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ളതിൽ ഡോട്ട് ആൻഡ് ഗീയിലെ വാട്ടർമെലൺ ആ സൺസ്ക്രീനും നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഒരു സെക്കൻഡ്. അപ്പോൾ അത് എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ലിപ് ബാമിൻ്റെ കാര്യം നോക്കാം. നമുക്ക് ലിപ് ബാം നോക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു രീതിയിലും റിസൾട്ട് കിട്ടാത്തൊരു സാധനമാണ് ലിപ് ബാം എന്ന് പറയുന്നത്. അതായത് ലിപ്പിൽ എനിക്ക് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. കണ്ടോ, ഒന്ന് കാണുമ്പം മനസ്സിലാവും. ഇങ്ങോട്ട് വെയിലടിക്കുന്നുണ്ട്, കാണിക്കാം. നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട് കണ്ടോ. എന്നാലും ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ചൊരു 80% എങ്കിലും റിസൾട്ട് ഉള്ളത് ലാനേജിൻ്റെതാണ് കേട്ടോ. ഞാൻ ഒരുപാട് ലിപ് ബാമുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ ലിപ് ബാം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മിനിമലിസ്റ്റിൻ്റെ L-ascorbic acid 0.08% വരുന്നത്, ഇതും നല്ലതാണ്. ഇത് ഇടാന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു SPF ഉള്ള ഒരു ലിപ് ബാം ഇടണം. പക്ഷേ SPF ഉള്ള ഈ ലിപ് ബാം ഇത് വന്നിട്ട് ഡെർമാക്കോഡാണ്. ഇത് നല്ലതാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത് പെട്ടെന്ന് ചീത്തയായി പോകുന്നു. ഇതിപ്പോൾ വീഡിയോയിൽ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഒരു യെല്ലോ, ഓൾറെഡി ഒരു യെല്ലോ കളർ ഉണ്ട് ഇതിന്. പക്ഷേ അതല്ലാതെ കുറച്ചുകൂടെ ഒരു നമ്മൾ ഫംഗസ് ഒക്കെ വരുന്ന രീതിയിൽ അങ്ങാണ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് പേടിയാണ്. യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആക്റ്റീവ്സ് ഉള്ള ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യണമെങ്കിൽ SPF ഇടണം. അല്ലെങ്കിൽ പകലിടുക എന്നുണ്ടെങ്കിൽ SPF ഇടണം. ഇപ്പോൾ ലാനേജിൻ്റെ ഇത് പറയാമെന്നുണ്ടെങ്കിൽ ഈ പിഗ്മെൻറ്റേഷൻ മാറ്റുന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ ചുണ്ട് നല്ല പ്ലംബി ആയിട്ടിരിക്കും. ഇതിൻ്റെ തന്നെ ലിപ് ബാമും ഉണ്ട്, അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ അത് നല്ല പ്ലംബി ആയിട്ടിരിക്കും. ഈ ലിപ് മാസ്ക് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ഗ്ലിം എന്ന് പറഞ്ഞിരിക്കും. ഇപ്പം ഞാൻ നല്ല ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടോ. അത് നന്നായിട്ടിരിക്കും. എനിക്ക് അതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂസ് ചെയ്തതിൽ നല്ലൊരു അടിപൊളി സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇത് കുറച്ചൊരു പ്രൈസിയാണ്, നല്ല റേറ്റൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫേസിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ചുളിവുകളാണ്. അത് എനിക്ക് പാരമ്പര്യമായിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ നെറ്റിയിൽ ഇവിടെ ഇങ്ങനെ ചിരിക്കുമ്പോൾ കണ്ടോ, അതിങ്ങനെ എങ്ങനെയാണ് ഞാൻ ആക്കുന്നത് കൊണ്ട്. പിന്നെ അതുപോലെ സ്മൈൽ ലൈൻസും ഉണ്ട് കേട്ടോ. ഈ സ്മൈൽ ലൈൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ണിൻ്റെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആക്റ്റീവ്സൊക്കെ അത്രയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റത്തില്ല. പിന്നെ ഐ ക്രീം, ഇത് നല്ല ഐ ക്രീമാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യണത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലേക്കാവും. ഇതും അത്യാവശ്യം നല്ല, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണം ഭയങ്കര കുറവാണ്. ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ നടക്കാറില്ല, ഞാൻ മറന്നുപോകും എപ്പോഴും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ബോഡിയിൽ ഇപ്പോൾ അഫോർഡബിളായിട്ട് നമുക്ക് വാങ്ങിച്ചത് നമുക്ക് ബോഡി മൊത്തം ലാവിഷായിട്ട് പൂശാൻ പറ്റുന്നൊരു സാധനമാണ് വാസലിൻ്റെ ഈ ഒരു സൺസ്ക്രീന്. ഇതും അത്യാവശ്യം നല്ലതാണ്, നല്ല സ്മെല്ലാണ്. പക്ഷേ കുറച്ച് സ്റ്റിക്കി അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പറയുന്നു. പക്ഷേ എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല, കുഴപ്പമില്ല അങ്ങനെ. പിന്നെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് കാൽപാദത്തിൽ ഉള്ള ഡ്രൈനെസ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫേസിൽ അങ്ങനെയൊന്നും വലിയ ഡ്രൈനെസ് ഇല്ല. പക്ഷേ എൻ്റെ കാലിൽ വരുന്ന ഡ്രൈനെസ് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റമാണ് ഇങ്ങനെ മുറുകി വലിയുന്നത് പോലെ തോന്നും. അപ്പോൾ ഞാൻ നൈക്കയുടെ ഒരു ഫുഡ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തീർന്നു പോകും, കുറച്ച് പ്രൈസിയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ലേ, നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാനിവിടെ ഉണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കേട്ടോ. ഇത് നല്ലതാണ്, 149 രൂപയാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്മെല്ല് അത്ര എല്ലാവർക്കും പിടിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ റോസ് വാട്ടറിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമാണ്. ഞാൻ കാണിച്ചില്ല, തുറന്നിട്ട് വൈറ്റാണ്.
നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമാണ്. ഇത് നമുക്ക് ഹാൻഡിലൊക്കെ ഇടാം. ഫേസിലൊന്നും ഇടല്ല കേട്ടോ. നമുക്ക് കാലിലുള്ള നല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ മാറാനും മുട്ടിലൊക്കെ ഇടാനൊക്കെ നല്ലതാണ്. ഇതെനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. നല്ലതായിട്ട് തോന്നി. ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അത്രയൊക്കെ ഉള്ളൂ. കുറച്ച് ലോങ് ആയെന്ന് തോന്നുന്നു വീഡിയോ. നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം. അതായത് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ കാണാനാണ് ഇഷ്ടം, സ്കിൻ കെയർ പറയരുതേ. വേറെ ഞാൻ ഇടുന്നത്, ഞാൻ സാരിയുടെ വീഡിയോസ് ഇടുമ്പം അതിന് വ്യൂസ് വരും. അപ്പോൾ ഞാൻ കുറച്ച് സാരീസൊക്കെ മേടിച്ച് വയ്ക്കും. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, സാരിയുടെ വ്യൂസ് അങ്ങ് കുറയും. പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കാണ് അപ്പോൾ കൂടി വരണമെങ്കിൽ ലിപ്സ്റ്റിക്ക് മേടിച്ച് വയ്ക്കും. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് മേടിക്കുമ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ വ്യൂസും ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ ആണ് കാണാൻ, വാട്ട് വുഡ് യു ലൈക്ക് ടു സീ എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. എനിക്കതനുസരിച്ചൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നമുക്ക് നാളെ ഞാൻ എന്ത് ടോപ്പിക്ക് പറയും. ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ വീഡിയോസ് ഇടാം.